ഹലോ ഓൾ, എൻ്റെ പേര് ഫാത്തിമത്ത് സുനൈന. ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറപ്പിസ്റ്റാണ്. വെൽക്കം ടു ASLP മമ്മി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, ഞാനിപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ എൻ്റെ കുട്ടിക്ക് വേണ്ടി ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് അല്ലെങ്കിൽ മോൻ്റെ ഇപ്പോൾ തന്നെ ഒരുപാട് സമയം ഫോൺ കാണുന്നുണ്ട്, അത് വീണ്ടും സ്ക്രീൻ ടൈം കൂടുന്നൊരു രീതിയിലേക്കാവോ, അല്ലെങ്കിൽ സ്ക്രീന് കൊടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ ഫോണിൽ കൂടി തെറപ്പി കൊടുക്കുന്ന സമയത്ത് അതൊരു സ്ക്രീൻ ടൈമിലേക്ക് കുട്ടി എത്തുമോ എന്ന്, നമ്മൾ മൊബൈലിങ്ങനെ ഭയങ്കര അഡിക്റ്റഡ് ആയി പോകുമെന്നൊക്കെ ഉള്ളൊരു സംശയം പേരൻസ് ഒരുപാട് ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി അതിൻ്റെ ആൻസറാണ് ഞാൻ പറയാൻ പോകുന്നത്. അറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഇത്തരം ഡൗട്ടുള്ള ഒരു പേരൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതും, ഒരിക്കലും ഇല്ല എന്നുള്ള ആൻസറാണ്. അത് ഞാൻ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൻ്റെ ബേസിലും അതേപോലെ തന്നെ റിസർച്ചിൻ്റെ ബേസിലും കൂടിയാണ് സംസാരിക്കുന്നത്. അതിലെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് നോക്കാം. അതിൻ്റെ ഒന്നാമത്തെ പോയിന്റ്, നമ്മളൊരു കുട്ടിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി, പെട്ടെന്ന് ഫുഡ് കഴിപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു ദിവസം ഫോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ ദിവസവും നിങ്ങൾ ഫുഡ് കൊണ്ടുവരുന്ന സമയത്ത് കുട്ടിക്ക് അറിയാം ഫോൺ കിട്ടും. അപ്പോൾ ഫോൺ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫോൺ കിട്ടാൻ വേണ്ടി കുട്ടി ഇതേ വാശിയൊക്കെ കാണിക്കുമ്പോൾ ആ വാശി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അതെന്തായി, ഒരു ഹാബിറ്റായി മാറി. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോഴത്തെ പേരൻസ് പറയുന്നത് കേട്ടിട്ടില്ലേ, എൻ്റെ മോന് ഫുഡ് കഴിക്കണമെങ്കിൽ ഫോൺ കൊടുത്താലേ ഫുഡ് കഴിക്കുള്ളൂ, അല്ലെങ്കിൽ കഴിക്കില്ല. അപ്പോൾ അതെങ്ങനെയാണ് ആയി വരുന്നത്, അത് ഇങ്ങനെ ഒരു മെല്ലെ മെല്ലെ ഒരു ഹാബിറ്റായി മാറുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ്, നമ്മൾ എന്താണ് ഫോണിൽ കുട്ടികളെ കാണിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു പേരൻറ്റ് ടോം ആൻഡ് ജെറി ഒരു ദിവസം കാണിച്ചു, രണ്ടാമത്തെ ദിവസം വ്ലാഡ് ആൻഡ് നിക്കി അല്ലെങ്കിൽ റോം ആൻഡ് ഡയാന അത്തരത്തിലുള്ള ഷോ കാണാൻ കുട്ടിയെ വിട്ടു. കുട്ടി അത് കണ്ടു. അപ്പോൾ കുട്ടി ഇതിൽ രണ്ടിൽ നിന്നും ഒരു ഷോ ചൂസ് ചെയ്തിട്ടുണ്ടാകും, കുട്ടിക്ക് ഒരു ഷോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ കുട്ടി പിന്നീട് ഒരു വാശി പിടിക്കുന്ന സമയത്ത്, ഇപ്പോൾ സപ്പോസ് ഒരു റോം ആൻഡ് ഡയാന അല്ലെങ്കിൽ വ്ലാഡ് ആൻഡ് നിക്കി എന്നുള്ള ഷോ ആണ് കുട്ടി ഇഷ്ടപ്പെട്ടതെങ്കിൽ, നമ്മളത് പേരൻസ് അത് കാണാൻ വേണ്ടി അലോ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ഒരു ഫേവറേറ്റ് ഷോ ആയി മെല്ലെ മെല്ലെ അത് മാറുകയാണ്. പിന്നീട് അത് മാറ്റുന്ന സമയത്ത് കുട്ടി ഭയങ്കരമായിട്ട് വാശി കാണിക്കും അല്ലേ. അങ്ങനെയാണ് കുട്ടികൾക്ക് ഫേവറേറ്റ് ഷോസ് നമ്മൾ അലോ ചെയ്യുന്നതാണ്. അപ്പോൾ പേരൻസിൻ്റെ ഡിസിഷൻ എപ്പോഴാണ് ഫോൺ കൊടുക്കുന്നത്, എന്താണ് ഫോണിൽ കാണുന്നത് എന്നുള്ളത് പ്രത്യേകിച്ചും ഇനീഷ്യൽ ഡേയ്സിലെല്ലാം തന്നെ പേരൻസിൻ്റെ ഡിസിഷനെ ആശ്രയിച്ചിരിക്കും. കാരണം പേരൻസ് അത് ഫസ്റ്റ് ടൈം അലോ ചെയ്തത് കൊണ്ടാണ് അതൊരു ശീലമായിട്ട് പിന്നീട് മാറിയത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഓൺലൈൻ തെറപ്പി സെഷൻസിന് വേണ്ടി അപ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കുകയാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുകയാണ്. ഓൺലൈൻ സ്പീച്ച് എന്നല്ല, റീഹാബിലിറ്റേഷൻ സർവീസസിനൊക്കെ വേണ്ടി ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടി അത് കാണുമ്പോൾ എന്താണ് ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്യുക, ടോം ആൻഡ് ജെറി അല്ലെങ്കിൽ അത്തരം കാർട്ടൂണുകളായിരിക്കും കുട്ടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അതേസമയം നമ്മൾ അപ്പുറത്തൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു സ്പീച്ച് തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള റീഹാബിലിറ്റേഷൻ സർവീസസിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് ഇരിക്കുന്നത്. അവർ നിങ്ങളുടെ കുട്ടിയുടെ ഏജിനനുസരിച്ചിട്ടുള്ള പ്ലേ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏജ് എഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അത് ഡിജിറ്റൽ മെറ്റീരിയൽസും ഉണ്ടാകും, നോൺ ഡിജിറ്റൽ മെറ്റീരിയൽസും ഉണ്ടാകും, അത് പ്രിപ്പയർഡ് ആയിട്ടാണ് അവർ അപ്പുറത്ത് ഇരിക്കുന്നത്. അപ്പോൾ അവർക്കറിയാം ഈ സെഷൻ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന്. മിക്ക സെഷൻസും ചൈൽഡ് സെൻറ്റേർഡ് ആൻഡ് പ്ലേ ഓറിയൻറ്റഡ് ആയിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് മാക്സിമം എൻഗേജ്മെൻറ്റ് കുട്ടികളുടെ അടുത്ത് നിന്ന് കിട്ടുകയുള്ളൂ. പിന്നെ ഈ പ്ലേ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള അപ്രോച്ചുകൾ നമ്മൾ എടുത്താൽ മാത്രമേ കുട്ടിയുടെ മാക്സിമം അറ്റൻഷൻ നമുക്ക് നമ്മുടെ സെഷൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. കാരണം വളരെ ചെറിയ കുട്ടികളാണ്, 45 മിനിറ്റ്സ് ഒരു സ്ഥലത്ത് ഇരുന്ന് സെഷൻ അറ്റൻഡ് ചെയ്യണമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അവരെ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വയസ്സുള്ള കുട്ടിയുടെ അറ്റൻഷൻ ഒരു 4 to 6 മിനിറ്റ്സ് വരെ ആയിരിക്കും. അത്ര നേരമേ അവർക്ക് ഒരു ആക്ടിവിറ്റിയിൽ ശ്രദ്ധിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ അവർ എണീറ്റ് പോകും, അവരുടെ ഇൻട്രസ്റ്റ് ചേഞ്ച് ആകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ തെറപ്പി സെഷൻസിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെയും നമ്മളും ചേഞ്ച് ആക്കി അതിനനുസരിച്ച് കൊണ്ടുവരേണ്ടി വരും. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള റെസ്പോൺസ് നമ്മൾക്ക് അവരിൽ നിന്നും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ടൈം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കുറച്ച് സെഷൻസ് ഒക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് വരുന്ന സമയത്ത് കുട്ടിക്ക് മനസ്സിലാകും, ഇത് ഒരു ഫോൺ എടുക്കുന്ന സമയത്ത് കുട്ടിക്ക് അറിയാൻ പറ്റും, ഇത് നമുക്ക് കളിക്കാനുള്ള ടൈമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ആളോട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾ കുട്ടികൾക്കുള്ള അൺവാണ്ടഡ് സ്ക്രീൻ ടൈമുള്ള ഒരു ഓൾട്ടർനേറ്റീവ് കൂടി ആയി മാറുകയാണ് സ്പീച്ച് തെറപ്പി സെഷൻസ് അവിടെ. അപ്പോൾ ഒരിക്കലും തന്നെ ഓൺലൈൻ സ്പീച്ച് തെറപ്പി സെഷൻസ് എന്താ പറയുക, ഉപകാരപ്രദമല്ലാതാവുന്നില്ല. ഓൺലൈൻ സ്പീച്ച് തെറപ്പി സെഷൻസ് വളരെ യൂസ്ഫുൾ തന്നെയാണ്. എല്ലാ സ്റ്റഡീസും അത് തന്നെയാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. മറ്റ് നിങ്ങൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന സെഷൻസ് പോലെ തന്നെയാണ് ഓൺലൈൻ സ്പീച്ച് തെറപ്പി സെഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഇവിടെ വരുന്നൊരു പ്രത്യേകത കൂടിയുണ്ട്, പേരൻസിന് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാകുന്നതുകൊണ്ട് തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്യാൻ അവർക്കും കഴിയുന്നു. അപ്പോൾ അത് നല്ലൊരു സ്പീച്ച് തെറപ്പി ഔട്ട്കമ്മിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ കൂടി ഈ ഡൗട്ട് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ കൺസൾട്ടേഷൻ എൻക്വയറീസിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോ അതോ നമ്മുടെ വെബ്സൈറ്റ് www.rethinkrehab.com കയറി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.